യുധിഷ്ഠിരാഭിഷേകം. അനന്തരം യുധിഷ്ഠിരനെ മഹാരാജാവാക്കി അഭിഷേകം കഴിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അതിനുവേണ്ട എല്ലാ സാധന സാമഗ്രികളും തയ്യാറാക്കി. സ്വർണമയമായ രത്നസിംഹാസനത്തിൽ യുധിഷ്ഠിരനും ദ്രൗപദിയും കിഴക്കോട്ട് അഭിമുഖമായിരുന്നു. കൃഷ്ണനും സാത്വികിയും ഭീമാർജുനന്മാരും നകുല സഹദേവന്മാരും കുന്തിദേവിയും മറ്റും യുധിഷ്ഠിരന്റെ ഇരുഭാഗങ്ങളിലും സ്ഥാനം പിടിച്ചു. ധൃതരാഷ്ട്രർക്കും ഗാന്ധാരീദേവിക്കും പ്രത്യേകമായ ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിരുന്നു. അസംഖ്യം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും ഋഷികളും സാമാന്തന്മാരും മന്ത്രിമാരും പ്രമുഖന്മാരും നിറഞ്ഞ സദസ്സിൽ വെച്ച് കൃഷ്ണൻ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ധൗമ്യ മഹർഷി വിധിയാമണ്ണം അഭിഷേകം ചെയ്ത് യുധിഷ്ഠിരനെ രാജാവാക്കി. ആ സമയത്ത് വേദമന്ത്രങ്ങളും സ്വസ്തിവാചകങ്ങളും മംഗളധ്വനികളും മുഴങ്ങി. ജനങ്ങൾ സംതൃപ്തരായി. പ്രജകൾ കാഴ്ചദ്രവ്യങ്ങളുമായി വന്ന രാജാവിനെ വണങ്ങി. ധർമ്മപുത്രൻ മന്ദസ്മിതപൂർവം സന്ദർഭോചിതമായി സംസാരിക്കുകയും ബ്രാഹ്മണന്മാരെയും പ്രജകളെയും എല്ലാം സന്തോഷിപ്പിച്ച് പറഞ്ഞയക്കുകയും ചെയ്തു. പിന്നീട് ഭീമനെ യുവരാജാവായി അഭിഷേകം ചെയ്തു. വിതുരനെ മന്ത്രിപ്രമുഖനാക്കി. ഭണ്ഡാരം സൂക്ഷിപ്പിന്റെ ചുമതല സഞ്ജയനെ ഏൽപ്പിച്ചു. സർവ്വസൈന്യാധിപനായി നകുലനെയും രാജാവിനെയും അംഗരക്ഷകനായി സഹദേവനെയും നിയോഗിച്ചു. ആഭ്യന്തരകാര്യങ്ങൾ നോക്കുവാനും ശത്രുക്കളുടെ നീക്കങ്ങൾ അറിഞ്ഞ് തക്ക നടപടി എടുക്കുവാനും ചാരപുരുഷന്മാരെ വേണ്ട പോലെ നിയന്ത്രിച്ച് പ്രവർത്തിപ്പിക്കുവാനുമാണ് അർജുനനെ ചുമതലപ്പെടുത്തിയത്. ധൗമ്യനെ പുരോഹിതനായി നിയമിക്കുകയും ചെയ്തു. ധൃതരാഷ്ട്രനെയും ഗാന്ധാരിയെയും കൂടെ കൂടെ കണ്ട് അവരുടെ ഏത് അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്നതിനും അവർക്ക് അല്പം പോലും ദുഃഖത്തിനും ഇടവരവാതെ സംരക്ഷിക്കുന്നതിനുള്ള ചുമതല വിതുരനും സഞ്ജയനും യുയുത്സു എന്നീ 3 പേരെ പ്രത്യേകമായി ചുമതലപ്പെടുത്തി. ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും അഭിപ്രായങ്ങൾ എല്ലാവരും ആദരിക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശിക്കുകയും ചെയ്തു. സഹോദരന്മാരുടെ താമസത്തിന് അനുയോജ്യങ്ങളായ ഗ്രഹങ്ങൾ ഏർപ്പാട് ചെയ്തു. ദുര്യോധന ഗ്രഹം ഭീമസേനനും ദുശാസന ഗ്രഹം അർജുനനും ദുർമഷണാലയം നകുലനും ദുർമുഖഗ്രഹം സഹദേവനും രാജാവ് കൽപ്പിച്ചു കൊടുത്തു. കൃപാചാര്യനെ ഗുരുവാക്കി പ്രത്യേകം പൂജിക്കുകയും അദ്ദേഹത്തിന് അഭീഷ്ടങ്ങളായ എല്ലാ പദാർത്ഥങ്ങളെയും നൽകുകയും ചെയ്തു. ഭഗവാൻ കൃഷ്ണൻ സാത്യോഗോടും കൂടി അർജുന ഗ്രഹത്തിലാണ് പാർത്തത്. അടുത്ത ദിവസം യുധിഷ്ഠിരൻ കൃഷ്ണനെ കാണുവാനെത്തി. അപ്പോൾ കൃഷ്ണൻ പൊന്മണിക്കട്ടിലിൽ ചാരിയിരിക്കുകയായിരുന്നു. മാധവൻ യുധിഷ്ഠിരനെ കണ്ട ഉടനെ സ്നേഹത്തോടെ തൻ്റെ അടുത്ത് പിടിച്ചിരുത്തി. കൃഷ്ണന്റെ കുശലമന്വേഷിച്ച ശേഷം യുധിഷ്ഠിരൻ അദ്ദേഹത്തെ സ്തുതിക്കുകയും അദ്ദേഹത്തിന്റെ കാരുണ്യം ഒന്നുമാത്രം കൊണ്ടാണ് പാണ്ഡവർ ഈ നിലയിലെത്തിയതെന്ന് അറിയിക്കുകയും ചെയ്തു. പിന്നെയും കൃഷ്ണൻ തങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങളെ സ്മരിച്ചുകൊണ്ട് ധർമ്മജൻ സംസാരിച്ചു തുടങ്ങുകയും ചെയ്തു. കൃഷ്ണൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ധ്യാനനിരതനായി ഇരിക്കുന്നത് കണ്ട് യുധിഷ്ഠിരൻ അത്ഭുതപ്പെട്ടു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഭഗവാൻ ധ്യാനത്തിൽ നിന്നുണർന്നു. അപ്പോൾ ഈ ധ്യാനത്തിന്റെ പൊരുൾ എന്താണെന്ന് തിരക്കിയ യുധിഷ്ഠിരനോട് ഭഗവാൻ പറഞ്ഞു: യുധിഷ്ഠിര, ശരതൽപ്പത്തിൽ കിടക്കുന്ന ഭീഷ്മർ കെടാറായ അഗ്നി പോലെ ആയിരിക്കുന്നു. ആ നരവ്യാഘ്രൻ എന്നെ ധ്യാനിച്ചു. അതറിഞ്ഞെൻ്റെ മനസ്സ് അങ്ങോട്ട് പോയതാണ്. ഭീമപ്രഭാവനായ അദ്ദേഹത്തെ ചെന്ന് കണ്ട് കുമ്പിട്ട് നിനക്കറിയേണ്ടുന്നതെല്ലാം ചോദിച്ചറിയുക. ഭീഷ്മർ അസ്തമിക്കുമ്പോൾ ഈ ലോകം ചന്ദ്രൻ വേർപെട്ട രാവെന്ന വിധം നിഷ്പ്രഭമാകും. യുധിഷ്ഠിരൻ ഭീഷ്മ സവിധത്തിലേക്ക് പോകുന്നതിന് ഉറച്ചു. ഭഗവാൻ കൂടി തങ്ങളോടൊപ്പം വരണമെന്ന് അദ്ദേഹം കൃഷ്ണനോട് അപേക്ഷിച്ചു. മാധവൻ അതിന് സമ്മതിച്ചു. ദാരുകനെ വിളിച്ച് തൻ്റെ തേര് പൂട്ടുവാൻ കൃഷ്ണൻ ആജ്ഞാപിച്ചു. അദ്ദേഹം ഭീഷ്മർ കിടക്കുന്ന കുരുക്ഷേത്രത്തിലേക്ക് പോകുവാൻ തയ്യാറായി. അപ്പോഴേക്കും യുധിഷ്ഠിരനും സഹോദരന്മാരും തയ്യാറാക്കി കഴിഞ്ഞു. എല്ലാവരും കൂടി ഭീഷ്മ സന്നിധിയിലേക്ക് പുറപ്പെട്ടു. അവർ കുരുക്ഷേത്ര മൈതാനത്തിൽ പരിസരത്തിലെത്തി. എല്ലാവരും തേരിൽ നിന്നിറങ്ങി കാൽനടയായിട്ടാണ് ഭീഷ്മരുടെ അടുത്തേക്ക് പോയത്. വിദൂരത്തു നിന്ന് തന്നെ എല്ലാവരും ഗംഗാപുത്രനെ കണ്ടു. ദിവ്യ ജ്യോതിസോടുകൂടി കണ്ട പരിവേഷമണിഞ്ഞ ജ്യോതിർഗോളം എന്ന പോലെയാണ് അദ്ദേഹം കിടന്നിരുന്നത്. അടുത്തെത്തിയതോടെ എല്ലാവരും അദ്ദേഹത്തെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. കൃഷ്ണൻ ഭീഷ്മരുടെ ശരീരക്ലേശങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പറഞ്ഞു: ഗാംഗേയ, ആയുധാഭ്യാസത്തിൽ അങ്ങ് അജയ്യനാണ്. അങ്ങയെപ്പോലെ തപശക്തിയുള്ളവർ വിരളമാണ്. വേദശാസ്ത്രങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമാണ് അങ്ങയ്ക്കുള്ളത്. പൗരുഷത്തിൽ അങ്ങ് അദ്വൈതീയനാണ്. അങ്ങ് തികഞ്ഞ ധാർമ്മികനാണ്, ത്രികാലജ്ഞാനിയുമാണ്. അങ്ങനെയുള്ള അങ്ങ് ധർമ്മഭീരുവായ ഈ യുധിഷ്ഠിരന് വർണ്ണാശ്ര ധർമ്മങ്ങളെ ഉപദേശിച്ച് അദ്ദേഹത്തിൻ്റെ ചിത്തചാബല്യത്തെ അടക്കി സ്വസ്ഥനാക്കണം. പലരും വളരെയൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹത്തിന് സംശയം തീരുകയോ സമാധാനം കിട്ടുകയോ ചെയ്യുന്നില്ല. അങ്ങയുടെ ഉപദേശം ലഭിച്ചാൽ യുധിഷ്ഠിരൻ സ്വസ്ഥചിത്തനാവും. ഇത് കേട്ടപ്പോൾ ഭീഷ്മർ പറഞ്ഞു: ഭഗവാനെ, സർവജ്ഞാന സമ്പൂർണനായ ഗോവിന്ദ, എല്ലാ വാക്കുകളും അറിവുകളും അങ്ങയിൽ അവസാനിക്കുന്നു. വാക്കുകളുടെ നാഥനായ ബൃഹസ്പതിക്ക് പോലും അങ്ങയുടെ മുമ്പിൽ സംസാരിച്ച് ജയിക്കുവാൻ സാധ്യമല്ല. അങ്ങനെയുള്ള അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞാൻ എന്തുപദേശിക്കുവാനാണ്?
അങ്ങ് കൽപ്പിച്ച പ്രകാരം ചെയ്യാമെന്ന് വെച്ചാൽ തന്നെ ശാരീരികവും മാനസികവുമായ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. ശരപീഡ കൊണ്ട് ശരീരം മുഴുവൻ തളർന്നിരിക്കുന്നു. മർമ്മങ്ങൾ വേദനിക്കുന്നു. മനസ്സ് ദുർബലമാണ്. ബുദ്ധി ഭ്രമിച്ചിരിക്കുന്നു. ഒന്നും വിവേചനം പോലെ ചെയ്യുവാനുള്ള കഴിവില്ല. വസ്തുക്കളെ തിരിച്ചറിയുവാനുള്ള ബോധം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ജീവൻ പോകുവാൻ തിടുക്കമായിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് തന്നെ യുധിഷ്ഠിരനെ ഉപദേശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താൽ മതി. പ്രതിപാദനനും പ്രഗത്ഭവതിയുമായ ശാന്തനന്റെ അവശതയിൽ അകനുഗമ തോന്നിയ കൃഷ്ണൻ വാത്സല്യത്തോട് അദ്ദേഹത്തോട് പറഞ്ഞു, കുരുശ്രേഷ്ഠ, അങ്ങ് ഈ ശർശയിൽ കിടക്കുവാൻ തുടങ്ങിയിട്ട് 29 ദിവസങ്ങളായില്ലേ? അങ്ങയുടെ ക്ലേശങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഇനി 30 ദിവസം കൂടി അങ്ങയ്ക്ക് ആയുസുണ്ട്. 30 ദിവസം കൂടി കഴിയുമ്പോൾ അങ്ങയ്ക്ക് ഈ ശരീരം ഉപേക്ഷിച്ച് പരമപദത്തെ പ്രാപിക്കുവാൻ സാധിക്കും. അങ്ങയുടെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കുമുള്ള എല്ലാ ക്ലേശങ്ങളും ഇപ്പോൾ നീങ്ങും. അങ്ങയുടെ ചിത്തം തെളിയും. ബുദ്ധി പ്രകാശിക്കും. ക്ഷുൽപിതാവാസികൾ അങ്ങയെ ബാധിക്കുകയേയില്ല. ഭഗവാന്റെ അനുഗ്രഹമുണ്ടായ ഉടൻ തന്നെ ഭീഷ്മരുടെ ക്ഷീണമെല്ലാം മാറി. അദ്ദേഹത്തിൻ്റെ മുഖം പ്രകാശിച്ചു. വ്യാസനോടുകൂടി അവിടെയുണ്ടായിരുന്ന മഹാഋഷിമാരെല്ലാം കൃഷ്ണനെ പൂജിച്ചു. ആകാശത്ത് നിന്ന് കുസുമവൃഷ്ടിയുണ്ടായി. ദേവന്മാർ വാദ്യാഘോഷങ്ങൾ മുഴക്കി. അപ്സര സ്ത്രീകൾ പാട്ടുപാടി നൃത്തം വെച്ചു. പുഷ്പസൗരഭ്യമേന്തി മന്ദമാരുതൻ വീശി. യുധിഷ്ഠിരനെ ജ്ഞാനം ഉപദേശിക്കുവാൻ തയ്യാറായ ഭീഷ്മരെ വലം വെച്ച് അവരെ നമസ്കരിച്ചിട്ട് നാളെ വീണ്ടും വരാമെന്നറിയിച്ച ശേഷം പാണ്ഡവന്മാർ ഭഗവാനോടൊപ്പം ഹസ്തിനാപുരിയിലേക്ക് മടങ്ങിപ്പോയി. അടുത്ത ദിവസം നേരത്തെ തന്നെ കൃഷ്ണൻ നിത്യകർമ്മങ്ങളൊക്കെ കഴിച്ച് കുരുക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. കൃഷ്ണൻ തയ്യാറായ വിവരം സാത്വികി വന്ന് യുധിഷ്ഠിരനെ അറിയിച്ചു. യുധിഷ്ഠിരൻ ഉടനെ അർജുനനെ വിളിച്ചു പറഞ്ഞു, അർജുന, തേര് പൂട്ടുക. സൈന്യങ്ങൾ പോകേണ്ടതില്ല. പിതാമഹനെ പീഡിപ്പിക്കേണ്ടതില്ല. നമ്മൾ മാത്രം പോയാൽ മതി. അർജുനൻ രഥമൊരുക്കി. പാണ്ഡവന്മാരെല്ലാം അതിൽ കയറി കൃഷ്ണന്റെ അടുത്ത് പോയി. 2 തേരുകളിലായി അവർ ഭീഷ്മസദനത്തിലേക്ക് യാത്രയായി. അവർ തേരിൽ നിന്നിറങ്ങി. ഭീഷ്മരുടെ മുന്നിലെത്തുമ്പോൾ അവിടെ നാരദൻ തുടങ്ങിയ അനേകം ഋഷിമാർ വന്നിരിപ്പുണ്ടായിരുന്നു. എല്ലാവരും ഭീഷ്മരെ വന്ദിച്ചു. ആദിത്യൻ ഭൂമിയിൽ കിടക്കുന്നത് പോലെ പ്രഭാരൂപം ചൊരിഞ്ഞുകൊണ്ട് കിടക്കുന്നിരുന്ന ഭീഷ്മരോട് ആർക്കും ഒന്നും ചോദിക്കുവാനുള്ള ധൈര്യമില്ലായിരുന്നു. യുധിഷ്ഠിരൻ പതുക്കെ കൃഷ്ണനോട് പറഞ്ഞു, മാധവ, മുത്തച്ഛനോട് വല്ലതും ചോദിക്കുവാൻ ഇവിടെ ആരും ശക്തരല്ല. മധുസൂദന, അന്ന് ആദ്യം സംസാരിക്കുക. ഇത് കേട്ടപ്പോൾ വാസുദേവൻ ഭീഷ്മരോട് കുശലപ്രശ്നം ചെയ്തിട്ട് ശരീരസ്ഥിതിയെക്കുറിച്ച് അന്വേഷിച്ചു. മഹാമയൻ പറഞ്ഞു, ഹേ വാർഷണയ, നിന്റെ പ്രസാദം കൊണ്ട് എൻ്റെ ക്ലേശങ്ങളെല്ലാം മാറിയിരിക്കുന്നു. യുധിഷ്ഠിരന് വേണ്ട ഉപദേശം നൽകുന്നതിനുള്ള ശക്തി എനിക്ക് ലഭിച്ചിരിക്കുന്നു. എങ്കിലും യശസ്വിയും സർവജ്ഞനുമായ അങ്ങ് യുധിഷ്ഠിരന് വേണ്ട ഉപദേശം നൽകാതെ എന്നെ കൊണ്ട് പറയിക്കുന്നത് എന്തിനാണെന്നാണ് എൻ്റെ സംശയം. കൃഷ്ണൻ മറുപടി പറഞ്ഞു, ഹേ കുരുപുങ്കുവ, അങ്ങയുടെ യശസ് എന്നും നിലനിൽക്കണം. ലോകർ അങ്ങയെ എന്നും പുകഴ്ത്തണം. ലോകമുള്ളിടത്തോളം കാലം അങ്ങയുടെ കീർത്തി നിലനിൽക്കണം. അതുകൊണ്ട് പാണ്ഡവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ അങ്ങ് തന്നെ മറുപടി പറയുക. അങ്ങനെയാകാമെന്ന് ഭീഷ്മർ സമ്മതിച്ചു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തി ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള ധൈര്യം യുധിഷ്ഠിരനുണ്ടായില്ല. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ പറഞ്ഞു, ഗംഗാപുത്ര, യുധിഷ്ഠിരൻ ലജ്ജ കൊണ്ടും ഭയം കൊണ്ടും അങ്ങയുടെ മുന്നിൽ വരാൻ മടിച്ചു നിൽക്കുകയാണ്. അങ്ങയെ വീഴ്ത്തുകയും സംഭൂജരും ബന്ധുക്കളുമായ പലരെ കൊല്ലിക്കുകയും ചെയ്തത് നിമിത്തം അവൻ കുറ്റബോധത്തോട് ഒഴിഞ്ഞു നിൽക്കുകയാണ്. ഭീഷ്മർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, യുധിഷ്ഠിരൻ ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് യുദ്ധം ചെയ്തതല്ലാതെ മറ്റൊന്നും ചെയ്തില്ലല്ലോ. അതിലവൻ അഭിമാനിക്കുകയാണ് വേണ്ടത്. ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരന് സമാധാനമായി. അദ്ദേഹം വിനയത്തോട് അടുത്തു ചെന്ന് ഭീഷ്മരുടെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചു. ഗാംഗേയൻ യുധിഷ്ഠിരനെ തൊട്ടുതലോടി മൂർധാവിൽ ചുംബിച്ചു. തൻ്റെ അടുത്ത് പിടിച്ചിരുത്തി ശങ്കിക്കാതെ സംശയങ്ങൾ ചോദിച്ചു കൊള്ളുവാൻ പറഞ്ഞു. തുടർന്ന് ഭീഷ്മരുടെ സ്വർഗാരോഹണം വരെയുള്ള ദിവസങ്ങളിലായി രാജാവ്, രാജ്യം, ജനങ്ങൾ, രാജധർമ്മം, മിത്രാനുമിത്ര നിരൂപണം, ചതുരാശ്രമധർമ്മം, വർണ്ണാശ്രമധർമ്മം, ദണ്ഡനീതി, ക്ഷത്രിയ കർത്തവ്യം, രാജസേവ ഗുണങ്ങൾ തുടങ്ങിയ വിവിധ വിഷയങ്ങളെക്കുറിച്ചും തത്വങ്ങളെക്കുറിച്ചും ലോകനീതിയെക്കുറിച്ചും മറ്റുമായി അനവധി കാര്യങ്ങൾ യുധിഷ്ഠിരൻ പിതാമഹനോട് ചോദിച്ചു. അവയ്ക്കെല്ലാം ഗംഗാപുത്രൻ സമുചിതവും ഗഹനവുമായ മറുപടി നൽകി. മനുസ്മൃതി, ശുക്രനീതി, ബാർഹസ്പത്യം അതായത് ബൃഹസ്പതിയുടെ നീതിശാസ്ത്രം, വസിഷ്ഠഗീത, ദണ്ഡനീതി സൂക്തങ്ങൾ തുടങ്ങിയവയിൽ അധിഷ്ഠിതമായ തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയതാണ് യുധിഷ്ഠിരന്റെ ഓരോ ചോദ്യത്തിനുള്ള മറുപടി ഭീഷ്മൻ തയ്യാറാക്കിയത്. തത്വങ്ങളും ആശയങ്ങളും അനായാസേന മനസ്സിലാക്കുന്നതിന് ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ധാരാളമായി കഥകളും ഉപകഥകളും സംഭവങ്ങളും അദ്ദേഹം പറയുകയുണ്ടായി. അവയിൽ സാരോപദേശങ്ങളും ഉപാഖ്യാനങ്ങളും തത്വചിന്തകളും വേണ്ടുവോളം ഉൾക്കൊണ്ടിരുന്നു.
ഉപമകളെ കൊണ്ടും ദൃഷ്ടാന്തങ്ങളെ കൊണ്ടും നിദർശനങ്ങളെ കൊണ്ടും നിറഞ്ഞിരുന്ന ഭീഷ്മരുടെ ധർമ്മോപദേശം യുധിഷ്ഠിരന് മാത്രമെന്നല്ല മാനവ സമുദായത്തിന് തന്നെ ആഗമനം പ്രയോജനപ്പെടുന്ന അമൂല്യമായ തത്വസഹിതമായിരുന്നു. അതാണ് നമ്മൾ ഇനി പറയുവാൻ പോകുന്നത്. തുടരും.